എന്ത് പറ്റി ഇംഗ്ലണ്ട് ടീം ഇന്നെന്താ ബാസ്ബോൾ വന്നില്ലയോ? എന്തൊക്കെ ഡയലോഗായിരുന്നു ഹാരി ബ്രോക്കും മെൻസോക്കും കൂടെ നിന്ന്. എത്ര വലിയ സ്കോറായാലും ഞങ്ങൾ ചേസ് ചെയ്യാൻ പോവും, ഞങ്ങൾക്ക് ഡ്രോ ഇഷ്ടമല്ല, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗായിരുന്നല്ലോ. അവസാനം നോക്കുമ്പോഴത്തേന് ആകാശത്തോട്ട് നോക്കിയിരിക്കുമായിരുന്നു. എടേ മഴ വല്ലതും പെയ്യോടെ, കാർമേഘം വല്ല ഉണ്ടോടെ, ഓവർകാസ്റ്റ് കണ്ടീഷൻ വല്ല ഉണ്ടോടെ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തോട്ട് നോക്കിയിരിക്കുമായിരുന്നു നിന്ന്. എങ്ങനെങ്കിലും ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ ഡ്രോ ആക്കാമായിരുന്നു. ഡ്രോ ഇഷ്ടമല്ലല്ലോ നിങ്ങൾക്ക്, പിന്നെ അവസാനത്തിന് ഡ്രോയ്ക്ക് വേണ്ടി പോയത്. പിന്നെ എന്തൊരു കൊട്ടലായിരുന്നു. നിങ്ങൾക്ക് കൊട്ടാനൊക്കെ അറിയാമെന്നല്ലോ അവസാനം അല്ലേ. ഇന്ത്യക്കാർ വന്നതായാലും നിങ്ങളെ കൊട്ടാൻ പഠിപ്പിച്ചു, എക്സ്പോസ് ചെയ്ത് വെച്ചിട്ട് പോയെന്ന് പറഞ്ഞിരിക്കുന്നു. ബാസ്ബോളിനെ എഡ്ജാസ്റ്റിൽ കുഴിച്ചു മൂടിയിട്ട് പോയി ഇന്ത്യയുടെ പിള്ളേർ രണ്ടാമത്തെ ടെസ്റ്റിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ പിള്ളേർ വന്ന് അവിടെ ചരിത്ര നേട്ടം നേടുന്നു. അതായത് ശുഭ്മൻ ഗില്ലിനുള്ളതാണ് ഈ നേട്ടം. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻ വന്ന് എഡ്ജാസ്റ്റിൽ വിജയിക്കുന്നത്. ഇന്നേ വരെ ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് ക്യാപ്റ്റനും എഡ്ജാസ്റ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ബാലികറാമല തന്നെയായിരുന്നു. കേരളക്കാരൊരു കാര്യം പറയും, തകർക്കാൻ പറ്റാത്ത ഒരു കോട്ട കൊത്തളങ്ങളും ഇല്ലെന്ന്. അതെ, തകർക്കാൻ പറ്റാത്ത ഒരു കോട്ട കൊത്തളങ്ങളും ഇല്ലെന്ന് ഇന്ത്യക്കാർ തെളിയിച്ചു. പണ്ട് ഗാബയിൽ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഗാബയിൽ പോയിട്ട് അവിടുത്തെ ഗമണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പിള്ളേർ. ഇപ്പോൾ വന്നിട്ട് എഡ്ജാസ്റ്റിലും വന്നിട്ട് ഗമണ്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അങ്ങനെ മെച്ചമൊക്കെ പരിപാടി പിച്ച് വല്ലതും ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ, അതോ ഫ്ലാറ്റ് പിച്ച് തന്നെയാണോ ഇന്ത്യൻ ടീമിന് കൊടുക്കാൻ ഉദ്ദേശം? അതോ ടോസ് കിട്ടിയ ഉടനെ ഇന്ത്യൻ ടീമിനെ ബാറ്റിങ്ങിന് അയച്ചിട്ട് അവസാനത്തെ ദിവസം ഞങ്ങൾ ചേസ് ചെയ്യാൻ പോകുമോ? അതോ എന്തെങ്കിലും മാറ്റമുണ്ടോ സ്ട്രാറ്റജി? അതോ അതുപോലെ തന്നെ പോകാനാണോ ചാൻസ്? ബാസ്ബോൾ കളിച്ച് പണി കിട്ടി ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. 20 വിക്കറ്റ് പോലും നിങ്ങളുടെ ബോളർമാർക്ക് എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്നാ ബാസ്ബോളാണ് നിങ്ങൾ പറയുന്നത്? ഫ്ലാറ്റ് പിച്ച് ഉണ്ടാക്കിയിടുന്നു, അവിടെ എന്നാ ബാസ്ബോളാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത്? ബൗണ്ടറി ചെറുതാക്കുന്നു, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പിച്ച് ഉണ്ടാക്കുന്നു, ബൗണ്ടറി ചെറുതാക്കുന്നു, നിങ്ങളുടെ ബോളർമാർക്ക് തല്ല് വാരി കൂട്ടുന്നു. പിന്നെ വന്ന് പറയും ആഷസിന് മുമ്പായിട്ടുള്ള ഞങ്ങളുടെ വാം-അപ്പ് മാച്ചാണ്. വാം-അപ്പ് മാച്ച് കളിച്ച് സത്യം പറഞ്ഞാൽ ആദ്യത്തെ കളിയിലെ നിങ്ങൾ ക്ഷീണിച്ചു പോയി, രണ്ടാമത്തെ കളി ആയപ്പോഴത്തേന് നല്ലവണ്ണം കറച്ചു പോയി എന്ന് പറഞ്ഞു. ഈ കളി വെച്ചോണ്ടേ ആസ്ട്രേലിയയോട് ചെന്ന് കയറി കൊടുക്കുക, അവന്മാർ തേച്ച് ഒട്ടിച്ച് വെച്ച് തരുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. നീയൊക്കെ എന്താണ് അവസാനമായിട്ട് ആസ്ട്രേലിയ പോയി സീരീസ് ജയിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ടീം അങ്ങോട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു കളിയാക്കല്, ഞങ്ങൾ വൈറ്റ് വാഷ് ചെയ്യാൻ പോകുന്നു, വാം-അപ്പ് മാച്ചാണ്, മറ്റേതാണ് മറിച്ചതാണ്, ആണ്ടെ അവസാനം തേച്ച് ഒട്ടിച്ചല്ലോ. അവസാനം എന്തായി, പവനായി എന്തായി, അതായെന്ന് പറഞ്ഞ അവസ്ഥയാണ് നിങ്ങളുടെ ടീമിൻ്റെ. ഇന്ന് നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് കമൻറ്റേറ്റർമാരുടെയൊക്കെ ഒരു അവസ്ഥ കാണുമായിരുന്നു. ഇല്ല ചത്ത വീട് പോലെ ആയിരുന്നില്ല, മരണ വീട് പോലെ. അങ്ങ് ശോകം. ഇന്ത്യക്കാരെ അങ്ങ് പുകഴ്ത്തലോടെ പുകഴ്ത്തൽ. ശുഭ്മൻ ഗില്ലിനെ പുകഴ്ത്തുന്നു, ആകാശ് ദീപിനെ പുകഴ്ത്തുന്നു. ഇന്ന് ഇംഗ്ലണ്ട് ടീമിനെ കുറിച്ച് പറയാനൊന്നുമില്ലായിരുന്നു നിങ്ങളുടെ എക്സ് ക്രിക്കറ്റർമാർക്ക്. കളി തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഡയലോഗായിരുന്നു. വാം-അപ്പ് മാച്ചാണ്, മറ്റേതാണ് മറിച്ചതാണ്, വൈറ്റ് വാഷ് ചെയ്യാൻ പോവാണ്. അതേ വൈറ്റ് വാഷ് ചെയ്തു. നിങ്ങളുടെ ബോളർമാരുടെ സ്കോർ കാർഡും എക്കണോമിയൊക്കെ എടുത്ത് നോക്കിയാൽ മതി. വൈറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ട് പോയെന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ശുഭ്മൻ ഗില്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം, പ്രത്യേകിച്ച് ശുഭ്മൻ ഗില്ല്. രണ്ടാമത്തെ ടെസ്റ്റിലെ വിജയം ശുഭ്മൻ ഗില്ലിനെ അറിയിച്ചതാണ് പറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഇന്നിങ്സിൽ 211 റൺസിൽ 5 വിക്കറ്റ് പോകുന്നു. അവിടെ ക്യാപ്റ്റനാണ്, രണ്ടാമത്തെ ടെസ്റ്റിലെ ക്യാപ്റ്റനാണെന്ന് നോക്കണം. അത്രമാത്രം എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. അവിടെ വന്നിട്ട് ഡബിൾ സെഞ്ചുറി എടുക്കുന്നു, രവീന്ദ്ര ജഡേജയുമായിട്ട് ചേർന്നൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു, സൂപ്പർ ബാറ്റിംഗ് കാഴ്ചവെച്ച് പറഞ്ഞിരിക്കുന്നു. ഒരു 300 റൺസിൽ ഇന്ത്യ ഓൾ ഔട്ട് ആവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അവിടുന്ന് ഇന്ത്യയെ നോക്കുവാണെങ്കിൽ 587 എന്ന് പറഞ്ഞ ഒരു കമാൻഡിങ് പൊസിഷനിൽ കൊണ്ടെത്തിക്കുന്നു ശുഭ്മൻ ഗില്ല്. രണ്ടാമത്തെ ഇന്നിങ്സ് നോക്കുവാണെങ്കിൽ അവിടെ കെ രാഹുൽ ഔട്ടാവുന്നു, അവിടെ കരുൺ നായർ ഔട്ടാവുന്നു, ഋഷഭ് പന്ത് അവിടെ ഔട്ടാവുന്നു. ഗില്ല് പതറിയില്ല. ഗില്ലിൻ്റെ ടെക്നിക്കിൽ തന്നെ ഉറച്ചു നിന്നു. സൂപ്പർ ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. രണ്ടാമത്തെ ഇന്നിങ്സിൽ വന്നിട്ട് ഐ തിങ്ക് 161 റൺസ് എടുക്കുന്നു. സൂപ്പർ ബാറ്റിംഗ് കാഴ്ചവെച്ചിരിക്കുന്നു. BCC നല്ല പണിയായി ഗില്ലിന് കൊടുത്തത്. ലേസി ആയിട്ടുള്ള ശുഭ്മൻ ഗില്ലിനെ പിടിച്ച് ക്യാപ്റ്റൻസി കൊടുത്തപ്പോഴത്തേന് എന്നാ റെസ്പോൺസിബിലിറ്റിയാണെന്ന് നോക്കിക്കേ. സേനാ കൺട്രിയിൽ 30-40 റൺസൊക്കെ ആയിരുന്നു ശുഭ്മൻ ഗില്ലിൻ്റെ ഹയസ്റ്റ് സ്കോർ. ഇപ്പം നോക്കിക്കേ 100 റൺസിൽ കുറഞ്ഞ ഒരു സംസാരമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലത്തെ മനോഹരമായ പെർഫോമൻസ്. ഒരുപാട് ടെക്നിക്കൽ എററൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തിരുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. രവിശാസ്ത്രി ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. IPL നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനെ ഡൂക്സ് ബോളിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ശുഭ്മൻ ഗില്ല്. IPL നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഒരു സെഷൻ ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടി മാറ്റിവെക്കും, ഡൂക്സ് ബോളിൻ്റെ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. അത്രമാത്രം ഡിറ്റർമൻ്റ് ആയിരുന്നു. സൂപ്പർ, അർഹിച്ച വിജയം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഞാൻ പറയുന്നില്ല സീരീസൊക്കെ ജയിക്കാൻ പോകുന്നു, ഇംഗ്ലണ്ടിനെ അടുത്ത കളി തോൽപ്പിക്കാൻ പോകുന്നു, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ ടീം അർഹിച്ച ഒരു വിജയം. ഫസ്റ്റ് കളി ഇന്ത്യ കൊണ്ട് കൊടുത്തതാണ് ഇംഗ്ലണ്ടിന്. രണ്ടാമത്തെ കളിയിൽ ആ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ കളി ഇന്ത്യ തോറ്റപ്പം ഇന്ത്യയുടെ ക്യാപ്റ്റൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു സ്പിന്നറിൻ്റെ കുറവുണ്ടായിരുന്നു, ഒരു സ്പിന്നറിനെ ആഡ് ചെയ്തു. ഞങ്ങളുടെ വാലറ്റം ഉണ്ടല്ലോ അത്ര സ്ട്രോങ് അല്ലായിരുന്നു, ലോ ഓർഡറും വാലറ്റും അത്ര സ്ട്രോങ് അല്ലായിരുന്നു, അതും സുന്ദറിനെ ടീമിലോട്ട് ആഡ് ചെയ്യുന്നു. സോ വാലറ്റത്തിൻ്റെ ആ ഒരു പെർഫോമൻസിനെ നികത്തി ഒരു സ്പിന്നറെ ടീമിലോട്ട് ആഡ് ചെയ്യുന്നു. എന്ത് ചേരുവയാണോ ഇന്ത്യൻ ടീമിന് വേണ്ടത് ആ ചേരുവയായിട്ട് ഗില്ല് പോയെന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ബാറ്റ് കൊണ്ടായാലും ക്യാപ്റ്റൻസിയിലായാലും. രണ്ടാമത്തെ ടെസ്റ്റിൽ ക്യാപ്റ്റൻസിയാണ്, ഒരുപാട് ദൂരം പോകാനുണ്ട്, അധികം അതിനെക്കുറിച്ച് കീറി മുറിച്ച് പരിശോധിക്കുന്നില്ല. അപ്പോൾ ബാറ്റിംഗ് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴത്തേന് ക്യാപ്റ്റൻസിയിലായാലും ആ ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടും, ഡ്രസ്സിംഗ് റൂമിൽ പവർഫുള്ളായിട്ട് മാറും. BCCI ശുഭ്മൻ ഗില്ലിൻ്റെ വാക്ക് കേൾക്കേണ്ടതായിട്ട് വരും, സീനിയർ പ്ലെയർ ശുഭ്മൻ ഗില്ലിൻ്റെ വാക്ക് കേൾക്കേണ്ടതായിട്ട് വരും, കോച്ച് ശുഭ്മൻ ഗില്ലിൻ്റെ വാക്ക് കേൾക്കേണ്ടതായിട്ട് വരും. സോ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു.
ഫുൾ പവർ, ഇന്ത്യൻ ടീമിൻ്റെ ഫുൾ പവർ താമസിക്കാതെ തന്നെ ശുഭ്മൻ ഗില്ലിലോട്ട് തന്നെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലത്തെ സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് ആണ് ശുഭ്മൻ ഗിൽ കാഴ്ചവെക്കുന്നു പറഞ്ഞിരിക്കുന്നു. പിന്നെ എല്ലാവരും ഒരു ചോദ്യമായിരുന്നു, ബുംറ ഇല്ലാതെ ഈ ടീമിന് 20 വിക്കറ്റ് എടുക്കാൻ കഴിയുമെന്ന്. ഫാസ്റ്റ് ബോളർമാർ തന്നെ ആദ്യത്തെ കളിയിൽ വിക്കറ്റ് എടുക്കുന്നു, രണ്ടാമത്തെ കളിയിൽ 8 വിക്കറ്റ് ഫാസ്റ്റ് ബോളർമാർ എടുക്കുന്നു, 2 വിക്കറ്റ് വന്ന് സ്പിന്നർമാർ എടുക്കുന്നു പറഞ്ഞിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാർ. ബുംറ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് പോലും സിറാജ് സാർ ആയാലും ആകാശ് ആയാലും കൃഷ്ണ ആയാലും അറിയിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സ്പിന്നർമാരായാലും ആ റോളിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ ആകാശ് ദീപ് എന്നാ മനോഹരമായൊരു പെർഫോമൻസ് ആയിരുന്നു. VGT പോയി വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല, അവിടെ ഇഞ്ചുറിയായി ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇംഗ്ലണ്ടിലോട്ട് വരുന്നു, എന്നാ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇൻ സ്വിംഗ് ഡെലിവറി, ഔട്ട് സ്വിംഗ് ഡെലിവറി, സൈഡ് വേസ് മൂവ്മെൻറ്റ്, സൂപ്പർ ബോളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 തരത്തിലാണ് ബോൾ ചെയ്യുന്നത്. ഒന്ന് വൈഡ് ഓഫ് ദ ഗ്രീസിൽ പോയിട്ട് ബോൾ ചെയ്യും, എന്നിട്ട് മറ്റൊന്ന് ക്ലോസ് ടു സ്റ്റമ്പ് പോയിട്ട് ബോൾ ചെയ്യുന്നു. നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു റൂട്ടിൻ്റെ വിക്കറ്റ് എടുത്ത്. ഇന്ന് നോക്കിയേ ഹാരി ബ്രോക്കിൻ്റെ വിക്കറ്റ് എടുക്കുന്നു, ഇന്ന് വന്നിട്ട് നമ്മുടെ ഓലി പോപ്പിൻ്റെ വിക്കറ്റ് എടുക്കുന്നു. മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. ആ ലേറ്റ് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ബാറ്റർമാരെ കൺഫ്യൂഷൻ ആക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ട് രീതിയിലും ഇൻ സ്വിംഗ് ആയാലും ഔട്ട് സ്വിംഗ് ആയാലും ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ ഹാരി ബ്രോക്കിൻ്റെ വിക്കറ്റ് ഉണ്ടോ, ഇൻ സ്വിംഗ് ഡെലിവറിയിൽ വന്നിട്ട് വിക്കറ്റ് എടുക്കുന്നു. സൂപ്പർ ഡെലിവറി. ആകാശ് ദീപ് 10 വിക്കറ്റ് എടുക്കുന്നു, 2 ഇന്നിങ്സുകളായിട്ട് വന്നിട്ട് 10 വിക്കറ്റ് എടുക്കുന്നു. അങ്ങനെ കരിയറിൽ ആദ്യമായിട്ട് 5 വിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് ആകാശ് ദീപ്. പിന്നെ നോക്കുവാണെങ്കിൽ സിറാജ് ആദ്യത്തെ ടെസ്റ്റിൽ നല്ല രീതിയിൽ ബോൾ ചെയ്തു, പക്ഷേ അങ്ങനെ വിക്കറ്റ് കൺവേർട്ട് ആക്കാൻ കഴിഞ്ഞില്ല. ഈ കളിയിൽ വരുന്നു, ഫസ്റ്റ് ഇന്നിങ്സിൽ വിക്കറ്റ് എടുക്കുന്നു, സെക്കൻഡ് ഇന്നിങ്സിലായാലും ജാക്ക് ട്രോളിയുടെ വിക്കറ്റ് എടുത്ത് സൂപ്പർ സപ്പോർട്ട് ചെയ്യുന്നു, സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പിന്നെ സുന്ദർ ടീമിലോട്ട് വരുമ്പോൾ ഒരുപാട് വിമർശനങ്ങളായിരുന്നു. കുൽദീപിന് പകരം സുന്ദറോ, പക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ ഡിസിഷൻ കറക്റ്റായിരുന്നു പറഞ്ഞിരിക്കുന്നു. വരുന്നു, അവിടെ ഒരു 40 റൺസ് എടുക്കുന്നു, 100 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഗില്ലുമായിട്ട് ചേർന്ന് എടുക്കുന്നു. ആ ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ റിസൾട്ട് മറ്റൊന്നായി പോയാനെ. സോ സുന്ദർ വരുന്നു, ബാറ്റ് കൊണ്ട് ഒരു പെർഫോമൻസ് ചെയ്യുന്നു. ഇന്ന് വന്നിട്ട് ബെൻ സ്റ്റോക്കിൻ്റെ ഒരു വിക്കറ്റ്, നിർണായകമായ ഒരു വിക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ബിഫോർ ലഞ്ചിന് മുമ്പായിട്ട് ബെൻ സ്റ്റോക്കിനെ ലെഗ് ബിഫോർ ആക്കിയിട്ട് പറഞ്ഞു വിടുന്നു പറഞ്ഞിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു സുന്ദരൻ ടീമിലോട്ട് എടുത്ത ഡിസിഷൻ കറക്റ്റ് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ നോക്കുമെങ്കിൽ രവീന്ദ്ര ജഡേജ ആദ്യത്തെ ടെസ്റ്റിലെ പെർഫോമൻസിലൂടെ ടീമിൻ്റെ പുറത്തേക്ക് പോകുന്ന എല്ലാവരും വിചാരിച്ചു. എന്നാൽ സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സൂപ്പറായിട്ട് വന്ന് ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ കളിയിൽ ഗില്ലുമായിട്ട് ചേർന്ന് ഒരു 203 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഇന്ത്യയെ കരക്കെത്തിച്ചു. രണ്ടാമത്തെ കളിയിൽ വന്ന് ഗില്ലുമായിട്ട് ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. ഇന്ത്യയെ 608 എന്ന് പറയുന്ന നല്ലൊരു ടാർഗറ്റിൽ എത്തിക്കാൻ രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് പെർഫോമൻസും കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. ബോളിംഗ് ആയാലും റഫായിട്ടുള്ള ഏരിയയിൽ ഹിറ്റ് ചെയ്ത് ബോൾ ചെയ്തു. റൺ റേറ്റ് ഒക്കെ കുറയ്ക്കാൻ രവീന്ദ്ര ജഡേജയ്ക്കായി സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഈ 2 ടെസ്റ്റിൽ നിരാശപ്പെടുത്തിയ 2 ആൾക്കാരാണ്. ഒന്ന്, ഡിയർ ക്രിക്കറ്റ് ഗീവ് മീ മോർ ചാൻസ്. കരുണാകരൻ സത്യം പറഞ്ഞാൽ നിരാശപ്പെടുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും വന്ന് 50 എടുത്തിട്ട് പോയി, കുറഞ്ഞത് എല്ലാവരും വന്ന് ഒരു 50 എടുത്തിട്ട് പോയി. സുന്ദറാണെങ്കിൽ വന്നിട്ട് ഒരു 40+ സ്കോർ എടുത്തിട്ട് പോയി. പക്ഷേ കരുണാകരന് സ്കോർ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹയസ്റ്റ് സ്കോർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ 31 ആണെന്ന് തോന്നുന്നു. സോ ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. മോശം ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. അങ്ങുഞ്ഞു നോക്കുകയാണെങ്കിൽ ഫോമിലാണെന്നൊക്കെ തോന്നും, പക്ഷേ ഒരു സ്കോറിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം. ഗിൽ എങ്ങനെ ആയിരുന്നോ സേന കൺട്രിയിൽ, അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ കരുണാകരൻ കാഴ്ചവെക്കുന്നത്. നിരാശപ്പെടുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ കൃഷ്ണ ആദ്യത്തെ ഇന്നിങ്സിൽ അടികൊണ്ട്, പക്ഷേ രണ്ടാമത്തെ ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് ബോൾ ചെയ്തു. അത് ഞാൻ വിക്കറ്റൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ടെസ്റ്റിൽ എന്തായാലും ബുംറ ടീമിലേക്ക് വരും. സോ ആകാശ് ദീപിനെ എന്തായാലും പുറത്താക്കാൻ പറ്റത്തില്ല. ടീം പുറത്താക്കുന്നെങ്കിൽ ചിലപ്പോൾ അത് കൃഷ്ണയെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് ആയാലും ജഷ്വാൾ ആയാലും KL രാഹുൽ ആയാലും ഋഷഭ് പന്ത് ആയാലും എല്ലാവരും ഒരു ടീം എഫേർട്ട് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതിൻ്റെ റിസൾട്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യ ചരിത്ര വിജയം നേടി എന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ്.